ഉപയോഗശേഷം പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് വലിയ പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത്, അല്ലേ? അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്നാൽ ചില ആളുകൾ മാത്രമാണ് പ്രശ്ന പരിഹാര മാർഗങ്ങൾ ആലോചിക്കുക. ആലപ്പുഴ ലിയോ 13 സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു മാതൃകാ പ്രവർത്തനം നമുക്കൊന്ന് കണ്ടാലോ? എത്രയധികം പേനകളാകാം നമ്മൾ ഓരോ ദിവസവും എഴുതി തീർക്കുന്നത്. മഷി ഒഴിഞ്ഞവ വെറുതെ അങ്ങ് വലിച്ചെറിയും. ആലപ്പുഴ ലിയോ 13 സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉപയോഗശേഷം സ്കൂൾ പരിസരത്ത് ഉപേക്ഷിച്ചതാണ് ഈ പേനകൾ. 8Dയിലെ വിദ്യാർത്ഥികൾ അതെല്ലാം പെറുക്കിയെടുത്തു, കഴുകി വൃത്തിയാക്കി. ഒന്നും രണ്ടുമല്ല, 4688 എണ്ണം. ഞങ്ങൾ 2 ആഴ്ച കൊണ്ടാണിത് എല്ലാം ശേഖരിച്ചെടുത്തത്. പിന്നെ ഞങ്ങളിത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾക്ക് CD നിട്ടൊരു ഐഡിയ ആണിത്. അതുകൊണ്ട് ഞങ്ങൾ 2 ആഴ്ച കൊണ്ട് 4861 പേന ഞങ്ങൾ കളക്ട് ചെയ്തു. ഇത് ഞങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയാണ് കളക്ട് ചെയ്തത്. കുട്ടികളുടെ നല്ല പ്രവൃത്തിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം. അത് കുട്ടികളതൊരു നല്ല മനസ്സോടെ തന്നെ ഏറ്റെടുത്തു. കാരണം ഞാൻ പറയുക മാത്രമാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ എഫേർട്ട് അവരുടെയാണ്. അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ കിട്ടുന്ന ഇൻ്റർവെൽ ടൈം പോലും അവരിതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് കളക്ട് ചെയ്ത് മാത്രമല്ല, ഇത് കഴുകി വൃത്തിയാക്കിയാണ് ഇത് ഉണക്കി സൂക്ഷിച്ചിട്ടുള്ളത്. എന്നിട്ട് പാരൻസും അതിന് സപ്പോർട്ട് ചെയ്തിരുന്നു. പേനകൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനാണ് നിലവിലെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അഭിനന്ദനങ്ങൾ കുഞ്ഞുമക്കൾക്ക്. സീഡ് പ്രവർത്തനങ്ങൾ ഒരുപാട് ഉത്സാഹം നൽകി പ്രചോദനമേകി എന്ന് കേൾക്കുമ്പോൾ അത് അതിനേക്കാൾ സന്തോഷമുണ്ട്. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.